ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ വന്ദനം അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും സുഖമായും ശുഭമായിരിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ഫിലദൽഫിയ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവിനെ പരിചയപ്പെടുത്തുന്നത് ഒന്ന്, കർത്താവ് വിശുദ്ധൻ; രണ്ട്, കർത്താവ് സത്യവാൻ എന്നാണ്. നമ്മുടെ ദൈവത്തിൻ്റെ മറ്റൊരു സ്വഭാവമാണ് കാണുന്നത്, സത്യവാൻ എന്നുള്ളത്. ദൈവം ഒരിക്കലും കള്ളം പറയത്തില്ല, ദൈവം വ്യാജം പറയത്തില്ല, ദൈവം ഫോഷ്കും ഒരു നാളും പറയുകയില്ല. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. അവൻ്റെ ക്രോധത്താൽ ഭൂമി നടുങ്ങുന്നു, ജാതികൾക്ക് അവൻ്റെ ഉഗ്രകോപം സഹിപ്പാൻ കഴിയുകയുമില്ല. അപ്പോൾ ഇവിടെ വായിച്ചത് യഹോവയോ സത്യദൈവമാണ്. അവിടെ കൊണ്ട് അവസാനിച്ചില്ല, ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ എന്നാണ് പ്രവാചകനായ യിരെമ്യാവ് ആമേനിവിടെ പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിനെ മുദ്രയിടുകയാണ്. അവൻ്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിനെ മുദ്രയിടുന്നു. ഇനി യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആകയാൽ യേശു ദൈവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ, നിങ്ങൾ എന്നെ അറിയുന്നു, ഞാൻ എവിടെ നിന്നെന്നും അറിയുന്നു, ഞാൻ സ്വയമായിട്ട് വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാകുന്നു, അവനെ നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ യേശു കർത്താവ് ദൈവാലയത്തിൽ ഉപദേശിച്ചു കൊണ്ടിരുന്ന വേളയിൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ അറിയുന്നു, നിങ്ങൾ എന്നെ നേരിട്ടിപ്പോൾ കാണുകയാണ്, എൻ്റെ വാക്കുകളെ നിങ്ങൾ കേൾക്കുകയാണ്, എൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ കാണുകയാണ് ചെയ്യുന്നത്. ഞാൻ എവിടെ നിന്ന് വന്നു എന്നും നിങ്ങൾ അറിയുന്നു. എന്നിട്ട് യേശു പറയാണ്, ഞാൻ സ്വയമായി വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാൻ ആകുന്നു, അവനെ നിങ്ങൾ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നമ്മൾ ആവർത്തന പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ സത്യദൈവമെന്ന് നീ അറിയണം. അവൻ നിന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ പാലിക്കുന്നു. ഹല്ലേലൂയ. ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ സത്യദൈവമെന്ന് നീ അറിയണം. ആ ദൈവത്തിൽ ഫോഷ്കില്ല, ആ ദൈവം വ്യാജം പറയത്തില്ല, ആ ദൈവം കള്ളം പറയത്തില്ല. അതെ, നിങ്ങളെ അനുഗ്രഹിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഉവ്വ് ഉവ്വ് എന്ന് തന്നെയാണ്, അതിലേതൊരു മാറ്റവുമില്ല എന്ന് ആമേൻ മോശ തൻ്റെ ജനത്തോട് പറയുകയാണ്. അവൻ സത്യദൈവമെന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയയും നിയമവും
പാലിക്കുന്നു. നോക്കിയപ്പോൾ സത്യദൈവത്തെ സ്നേഹിക്കുകയും സത്യദൈവത്തിൻ്റെ കൽപ്പനകളെ വചനങ്ങളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദൈവം അവരുടെ നിയമവും ദയയും പാലിക്കുന്ന ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. ഇനി 2 ദിനവൃത്താന്തോസും 15-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഇസ്രായേൽ ഇപ്പോൾ ബഹുകാലമായി സത്യദൈവവും ഉപദേശിക്കുന്ന പുരോഹിതനും ന്യായപ്രമാണവും ഇല്ലാതിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ നാം കാണുന്നത് ഇസ്രായേൽ ജനങ്ങൾ ഇപ്പോൾ ബഹുകാലമായി സത്യദൈവം അവർക്കില്ല, ഉപദേശിക്കുന്ന പുരോഹിതന്മാരില്ല, അവർക്ക് ന്യായപ്രമാണമില്ലാതിരിക്കുന്നു എന്നാണ് ഇവിടെ. അപ്പോൾ അവിടെയും പറയുന്നത് സത്യദൈവം ഇല്ല എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ദൈവം ആരാണ്? സത്യവാൻ തന്നെയാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യേശു അവനോട്, തോമാസിനോട് കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഹല്ലേലൂയ. തോമസിനോട് നമ്മുടെ കർത്താവായ യേശു പറയുന്ന ഒരു വേദഭാഗമാണ്, തോമസേ, ഞാൻ തന്നെ വഴിയും പിന്നെ സത്യവും ജീവനുമാകുന്നു. ആമേൻ. ഞാൻ മുഖാന്തരമല്ലാതെ തോമസേ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്തുവാൻ ഒരു നാളും സാധ്യമേ അല്ല. അതുകൊണ്ടാണ് പിതാവായ ദൈവം എന്നെ ഈ ലോകത്തിലേക്ക് അയപ്പാനായിടയായി തീർന്നത്. ഹല്ലേലൂയ. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും എന്ന് യേശു പറയുവാനിടയായി തീർന്നു. ഞാൻ പിതാവിനോട് ചോദിക്കും. ഹല്ലേലൂയ. പിതാവിനോട് ചോദിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ലഭിക്കുള്ളൂ. അതുവരെ നിങ്ങൾക്ക് സത്യത്തിൻ്റെ ആത്മാവ് ലഭിക്കത്തില്ല. അപ്പോൾ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ പിതാവ് സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരുമെന്ന് യേശു പറയുകയാണ്. യേശു കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു പോയ ശേഷം തൻ്റെ ആത്മാവിനെ ഇവിടെ അയപ്പാനായിടയായി തീർന്നു. അത് പെന്തക്കോസ്ത് നാളിൽ അവിടെ നമുക്ക് പ്രവൃത്തികളുടെ പുസ്തകവും 2-ാമത്തെ അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ സവിസ്താരമായിട്ട് ഈ ഭാഗങ്ങളെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഇനി യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യം ആകുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ ഒരു പ്രാർത്ഥനയാണ് യോഹന്നാൻ 17-ാം അധ്യായം നമ്മൾ കാണുന്നത്. അവിടെ കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു എന്ന് കർത്താവ് പറയുകയാണ് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതേ യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്നാണ് കർത്താവിന്. അപ്പോൾ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുവാനായിടയായി. അപ്പോൾ സത്യത്തിൻ്റെ ആത്മാവ് വരാഞ്ഞിടത്തോളം കാലം നിങ്ങൾക്കും സത്യത്തിൽ നിങ്ങൾക്ക് നടക്കുവാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ സത്യത്തിൻ്റെ ആത്മാവെന്ന് പറയപ്പെടുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ വരുമ്പോൾ, നിങ്ങളെ സകല സത്യത്തിലും ആ ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തുവാനായിടയായിത്തീരുമെന്ന് കർത്താവ് ഇവിടെ തൻ്റെ ശിഷ്യന്മാരോടും തന്നെ അനുഗമിച്ച വലിയ പുരുഷാരത്തോടും കർത്താവ് പറയുകയാണ് ചെയ്യുന്നത്. ആമേൻ. പ്രിയ ദൈവമക്കളെ, അപ്പോൾ യഹോവയായ ദൈവം ആര് തന്നെയാണ്?
അവയെ സത്യദൈവം തന്നെയാണ്. നമ്മുടെ പിതാവായ ദൈവം ആര് തന്നെയാണ്? സത്യദൈവം തന്നെയാണ്. പുത്രനായ യേശു കർത്താവ് ആര് തന്നെയാണ്? യേശു സത്യ ദൈവം തന്നെയാണ്. പരിശുദ്ധാത്മാവ് ആര് തന്നെയാണ്? അത് സത്യത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. വചനം എന്താണ്? വചനം സത്യം തന്നെയാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ആകയാൽ ഈ സമയം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതയാണ് അവൻ സത്യവാനാണ്. ആകയാൽ അപ്രകാരം നാമും സത്യത്തിൽ നടക്കുന്നവരായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്താം. ദൈവമക്കളാണ് ഞാനും നിങ്ങളും. ആ ദൈവമക്കളായിരിക്കുന്നവരും സത്യത്തിൽ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, വിശ്വസ്തനായ കർത്താവേ, സത്യവാനായ ദൈവമേ, ഹല്ലേലൂയ, ഈ നിമിഷത്തിൽ കർത്താവേ, ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. പിതാവ് പുത്ര പരിശുദ്ധാത്മാവ ദൈവം സത്യവാനാണല്ലോ, വചനം സത്യം തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളും അപ്രകാരം സത്യത്തിൽ തന്നെ ഞങ്ങൾ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതേക്കായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കണം നല്ല പിതാവേ. ആമേൻ.